ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അപ്പൊ അതിന് ബേസ് ചെയ്തൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം UK ഒരു കൊച്ചു നാട്ടിൽ പോയിട്ടുണ്ട്. അതൊരു 4 days മുമ്പേ ഒരു ഇന്റർവ്യൂ ഉള്ളതാണേ. അപ്പം ആ കൊച്ചിന്റെ അനുഭവമാണോ അത് മൊത്തത്തിലുള്ള അനുഭവമാണോ അത് പറയുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇവിടെ ഞാൻ 2021 വന്നിട്ട് ആദ്യത്തെ ഒരു കോവിഡ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഉണ്ടായ ഇൻടേക്കാണ് ഞാൻ. അപ്പം വന്ന സമയം ഒരു 10 days എനിക്ക് പാർട്ട് ടൈം കിട്ടാനും ഒക്കത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈറ്റ് കോളർ ജോബ്സ് മാത്രം ചെയ്യണമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന ആളല്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, അത് കഴിച്ച് എന്ത് പണിയെടുത്ത് ചെയ്ത് ഉണ്ടാക്കുക നല്ല ഉദ്ദേശമല്ല. ഇവിടെ ഒത്തിരി മലയാളികൾ വന്നിട്ട് എനിക്കറിയാം, ഒരുപാട് പേര് ഞാൻ മെസ്സേജ് അയച്ചും തിരക്കിയിട്ടും നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാനും. ആ കൊച്ചു ആ വീഡിയോക്കകത്ത് കെയർ ഹോം ജോലിയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 2 year അടുപ്പിച്ച് ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ എനിക്ക് എൻ്റെതായ ജോലി കിട്ടി ഞാൻ മാറിയത്. അപ്പോഴും ഞാൻ വർക്ക് ചെയ്തത് ഡിമെൻഷ്യ കെയർ ഹോമിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നഴ്സിംഗ് ഹോമിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയാണെങ്കിൽ ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്ര ഫേമസ് അല്ല. അൽഷൈമേഴ്സ് ഉണ്ട്, എന്നാലും ഒരു കുറച്ച് ആൾക്കാർക്ക് മാത്രം അതിനെ പറ്റി ഉള്ള ഒരു ബോധമുള്ളൂ. പക്ഷെ ഇവിടെ കൂടുതലും ഉണ്ട് അത്. അപ്പം അവരെവിടെയാ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പേരെന്താ, അവരുടെ മക്കളാരാ, അങ്ങനെ പോലും അറിയാത്ത ആൾക്കാരാ. അപ്പൊ ആ കുട്ടിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു റെസ്പെക്ട് വേണം അന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഇച്ചിരി കുറച്ച് കൂടുതലല്ലേന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി. ഇവര് കെയർ ഹോമിൽ തന്നെ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് അറ്റ് ദ മൊമെന്റ്. ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ഒക്കെ കെയർ ഹോമിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും അത് ഞങ്ങൾക്ക് ഫീൽ ആയി. ഇവിടെ വന്നിപ്പോ 3 year ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാനിവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് നെഗറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഷ്ടപ്പെടേണ്ട സാധനം നമ്മൾ കഷ്ടപ്പെടണം. ഈ ഒരു പ്രായത്തിലോ നമുക്ക് കഷ്ടപ്പെടാനും പണിയെടുക്കാനും പൈസ ഉണ്ടാക്കാനുള്ള ഒരു സമയമൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞു തരാമല്ലോ. ഇപ്പൊ ഞാൻ ആ കണ്ട വീഡിയോയില് ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ആ വീഡിയോ ഫുൾ ഒരു നെഗറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ലോൺ എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് അടയ്ക്കണം എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ജോലി എടുക്കാൻ ഞാൻ തയ്യാറാണ്. അതെനിക്ക് ഹാപ്പിയാണ്. അത് ഞാൻ ഒരു ജോലി എടുക്കുന്നു, അതിനുള്ള ഒരു അത്യാവശ്യം നല്ലൊരു വലിയ എമൗണ്ട് വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് എൻ്റെ റെൻറ്റും എൻ്റെ ലോണിൻ്റെ എമൗണ്ടും അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട്, അതൊരു വലിയ എമൗണ്ട് ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു 200 pound അല്ലെങ്കിൽ 250 pound, ഒരു 25,000 രൂപ മന്ത്ലി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വന്നൊരു സമയമായതുകൊണ്ട്. അതെ, എന്നാൽ പോലും നമുക്ക് നാട്ടിൽ നിൽക്കുവാണെങ്കിൽ ഒരു മാക്സിമം ഒരു 35,000 രൂപയുടെ ജോലിയാണെങ്കിൽ പോലും എനിക്കൊരു 5,000 രൂപയോ 10,000 രൂപയൊക്കെയാണ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഇരട്ടി എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിവിടെ വന്ന ഉടനെ, ഇപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഞാനിവിടെ വന്ന ഉടനെ എനിക്ക് ജോലി കിട്ടി. വന്ന പിറ്റേ ദിവസം മുതലേ അതായത് ഞാൻ നാട്ടിൽ നിന്നപ്പോൾ മുതലേ തന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ചു, വീടിൻ്റെ കാര്യം അന്വേഷിച്ചു. ഒരു 2 മാസം നന്നായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വീട് സെറ്റായി. അതുപോലെ തന്നെ എനിക്ക് ജോലിയും സെറ്റായി. ഞാനിവിടെ വന്ന് ഇറങ്ങിയ ഉടനെ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് ഈ സ്റ്റെഫി സൂരജുമാണ്. ഇവരുടെ കൂടെയാണ് ഞാൻ താമസിച്ചത്. വന്ന ഉടനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ട്രെയിനിങ്ങിന് കയറി, എനിക്ക് ജോലി കിട്ടി. ആ ജോലി ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എൻ്റെ ആ ഇയർ കംപ്ലീറ്റ് ആയി മുതൽ ഒരു 1 month ഞാൻ ജോലി അന്വേഷിച്ചു, വിസയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചു. ആ ഒരു 1 month കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ കിട്ടി. ഫ്രീ ആയിട്ട് വിസ തന്നെ കിട്ടി. ആ വിസയിൽ ഇപ്പോൾ 3 year ആയിട്ട് ഞാൻ ഇവിടെ 2 year കംപ്ലീറ്റ് ആവാൻ പോവുക. അങ്ങനെ നിൽക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ്. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, അത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയേക്കുന്നത്. എനിക്കൊരു സേവിങ്സ് ഉണ്ടാക്കാനും അതുപോലെ ഇവിടെ ഒരു വീട് വാങ്ങണമെന്നും അങ്ങനെ ഒരു ആഗ്രഹവും. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അവരെന്നോടൊരു കാര്യം ചോദിക്കുക, എനിക്ക് ഒരു ടൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം. ഇപ്പോൾ വീട്ടിൽ വെച്ച് ചൂടാണെന്ന് പറയുമ്പോൾ, എന്നാ മമ്മി നാളെ AC മേടിച്ചോ എന്ന് പറയാനുള്ളൊരു
എന്താ പറയണ, ഒരു കോൺഫിഡൻസ് എനിക്ക് ഉറപ്പായിട്ടും ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നാട്ടിലെ ഈ ജോലി ആണെന്നുണ്ടെങ്കിൽ, നാട്ടിൽ ഈ ഒരു ലെവൽ ജോലി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു ഫിസിയോ ആണ് നാട്ടില്, എൻ്റെ ആ സാലറിക്ക് എത്രത്തോളം എൻ്റെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇവിടെ വരുമ്പോഴും എന്താവും ഒന്നൊന്നും കുറെ നെഗറ്റീവും കുറെ പോസിറ്റീവും ഇതുപോലെ കേട്ടിട്ടാ വന്നത്. അപ്പം നമുക്കൊരു ഇതില്ലേ, എങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം, പണിയെടുക്കണം എന്നുള്ള ആ ഒരു നമ്മുടെ മനസ്സിലൊരു ഇതുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ പണിയെടുക്കുന്നു. അപ്പം ഇങ്ങനെ ഈ ആൾക്കാർ ഇതൊക്കെ റെസ്പെക്റ്റ് വേണം, വൈറ്റ് കോളേജ് ജോബ് തന്നെ വേണം എന്ന് പറയുമ്പം അങ്ങനെ മാത്രം ചിന്തിക്കരുത്. പിന്നെ പാർട്ട് ടൈമിന്റെ ജോബ് പറഞ്ഞത് സ്ഥലങ്ങളനുസരിച്ചിട്ട് അതിന്റെ ടൈറ്റ് വരും. പല സ്ഥലങ്ങള് ഞങ്ങൾ വന്നപ്പോൾ ഞാനൊരു 10 days ഈസ്റ്റാമിലായിരുന്നു, അത് 2021. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്ക് ജോബ് ഒന്നും ശരിയായില്ല. അപ്പോഴാണ് നോർവിച്ചിലോട്ടേക്ക് ഞങ്ങൾ വന്നതും ഞങ്ങൾക്ക് ജോബ് സെറ്റ്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ മാറേണ്ട വന്നു. അപ്പം ആ കുട്ടി പറഞ്ഞ പോലെ 15 അക്കോമഡേഷൻ അത് മാറി എന്ന് പറഞ്ഞു. അപ്പം ഈ സ്റ്റാമിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി, പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പം 2 അക്കോമഡേഷൻ പാർട്ട് ടൈം ജോബ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പം വീട് മാറേണ്ട വരും. അത് ഒരു നമ്മുടെ വീട്ടിൽ അപ്പോൾ ആ കുട്ടി ഡിമെൻഷ്യ ഉള്ള ആളുകളെ പറ്റി പറയണ്ടായി. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഡിമെൻഷ്യ ഉള്ളവരെന്ന് പറഞ്ഞാൽ അവരവരുടെ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ ഫ്രണ്ട്സിനെയോ ഒന്നും ഓർമ്മയില്ല അവർക്ക്, അവരുടെ പേരെന്താന്ന് പോലും അറിയില്ലാത്ത ആൾക്കാരാണ് അവര്. അപ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് അതുപോലെ ഒരു അവസ്ഥ വരികയാണെന്നിരിക്കട്ടെ, ഇപ്പൊ നമ്മൾ അവരോട് പറയുമോ നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യമുള്ളൂ. കൊച്ചിന് കെയർ ഹോമിൽ നിന്ന് വിസ കൊടുക്കാന്നൊക്കെ പറഞ്ഞു, കുറെ കെയർ ഹോമിൽ നിന്ന് വിസ കൊടുക്കാന്ന് പറഞ്ഞു, ഞാനത് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എനിക്കറിയാവുന്നതിൽ തന്നെ ഒരു 10 കൂടുതൽ ആൾക്കാർ എന്തായാലും എങ്ങനെയെങ്കിലും ഒരു വിസയ്ക്ക് വേണ്ടി നോക്കുന്നവരുണ്ട്. അപ്പം പൈസ കൊടുത്തു എടുക്കാൻ റെഡി ആയിട്ടുള്ള എന്നോട് ഇങ്ങോട്ട് തരാമെന്ന് പറയുന്നവര് 10 ലക്ഷം രൂപ കൊടുത്താൽ തരാം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി 20 ലക്ഷം രൂപ കൊടുത്ത് ഇങ്ങോട്ട് വന്നു, ഇനി 10 ലക്ഷം രൂപ കൊടുത്ത് വേറെ എന്തെങ്കിലും വിസ എടുക്കുന്നതിനേക്കാളും എനിക്ക് ഫ്രീ ആയിട്ട് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്തു. അതുപോലെ ഇവിടെ ഞങ്ങൾ 3 പേരും അങ്ങനെ ട്രൈ ചെയ്തു, ഫ്രീ വിസ തന്നെ കിട്ടിയവരാണ്. അപ്പൊ അത് ഒരു വിസ കിട്ടുമ്പോൾ ഒരു 3 വർഷം ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇത് വന്നു കഴിയുമ്പോൾ അത് നമ്മൾ പഠിച്ചത് തന്നെ ആവണം എന്ന് വിചാരിക്കാൻ അത്ര ഒരു ഇതെനിക്ക് തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ തന്നെ നിന്നാ പോരെ, പഠിച്ചത് തന്നെ കിട്ടും. കിട്ടില്ല എന്നല്ല, പഠിച്ചത് തന്നെ കിട്ടും. പക്ഷെ അത് വന്ന ഉടനെ തന്നെ അല്ലെ നെക്സ്റ്റ് ഇയർ തന്നെ പഠിച്ചത് തന്നെ കിട്ടണം, അല്ലെ കോഴ്സ് കഴിഞ്ഞ ഉടനെ പഠിച്ചത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആവില്ല. അതെ, ഒരു സ്പേസ് കിട്ടി എനിക്കിപ്പോ ഫ്രീ ആയിട്ട് എനിക്ക് 3 വർഷത്തേക്ക് ഒരു വിസ കിട്ടി. അതപ്പോ എനിക്ക് വിടാൻ തോന്നിയില്ല. അത് കെയർ ഹോം വിസ ആണെങ്കിലും എന്ത് വിസ ആണെങ്കിലും മറ്റതിന് ഞാൻ ട്രൈ ചെയ്യുന്നതിന് മുന്നേ കെയർ ഹോം വിസ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. കുട്ടി കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആ കൊച്ചിനുള്ളതുകൊണ്ടാണ് അവള് അങ്ങനെ വേണ്ടാന്ന് പറയുന്നത്. അതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. പക്ഷേ സ്റ്റിൽ ഇവിടെ ഒരുപാട് പേര് വിസയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു വിസ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരെ ഞങ്ങൾക്ക് അറിയാം. ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ ഇവിടെ നിക്കണമെങ്കിൽ 2 പേർക്കും വിസ വേണം. ഇപ്പത്തെ റൂൾ അനുസരിച്ച് ഇപ്പം വരുന്നവർക്ക് നമ്മുടെ കൂടെ വരുന്ന സ്പൗസിനും വിസ വേണം, എന്നാൽ മാത്രമാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വരെ ഈ കെയർ ഹോമിൽ ഓരോന്നിലും 10 ലക്ഷം അങ്ങോട്ട് കൊടുക്കാം, ഒരു വിസ തരാവോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ. പക്ഷെ അവിടെ ഇല്ല, ഇപ്പൊ അവര് വിസ കൊടുക്കുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ എന്ന് പറയുന്ന പോലെ. ചിലപ്പോ 1 year അല്ലെങ്കിൽ 2 year അല്ലെങ്കിൽ 3 year, കൂടിപ്പോയൊരു 4 വർഷം കൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുന്ന 3 വർഷം നിന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം ഞാൻ എന്തൊക്കെയോ ഇവിടെ വന്നിട്ട് എൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തില് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ ഇന്ന് ദൈവം സഹായിച്ചത് ഇവിടെ UK-ല് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത കെയർ ഹോമിൽ ഞാൻ പണിയെടുത്ത പൈസ കൊണ്ടാ. ഇപ്പോഴാണ് ഞാൻ NHS-ലോട്ടേക്ക് മാറിയത്, ഒരു 1 year ആയിട്ടേ ഉള്ളൂ.
അപ്പം അത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ട് പാർട്ട് ടൈമും ചെയ്ത്, അത് കഴിഞ്ഞ് എൻ്റെ സ്റ്റുഡൻറ് പീരീഡ് കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈമും എൻ്റെ ഹസ്ബൻഡും ഫുൾ ടൈമും ചെയ്ത് കെയർ ഹോമിലെ പൈസ കൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇപ്പം ഇങ്ങനെയൊരു കോൺഫിഡൻറ്റോട് കൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കത് എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു ആ വീഡിയോ കണ്ടപ്പം. ഞാനത് എന്തായാലും എല്ലാവരുടെയും മനസ്സിലിപ്പം UK അങ്ങനെ ഒരു ലൈഫാണ് എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. ഇവിടെ കഷ്ടപ്പാടില്ലെന്നല്ല, കഷ്ടപ്പെട്ടാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. നാട്ടിൽ കഷ്ടപ്പെട്ടാലും പൈസ കിട്ടില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് നാട്ടിലത്തെ രീതിയാണ്, ഒരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. നാട്ടിലത്തെ രീതി വേറെ, ഇവിടത്തെ രീതി വേറെ. അതൊക്കെ വ്യത്യാസമുണ്ട്. കുട്ടി പറഞ്ഞു 10 പേര് ഷെയർ ഉള്ള വീട്ടിൽ നിന്നു. ഒരിക്കലും ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് അറിഞ്ഞുകൊണ്ട് ഒരു വീട്ടിലും 10 പേര് നിൽക്കില്ല. 10 പേരിൽ ഒരാൾക്ക് റെന്റ് കുറയണമെന്ന് തോന്നി കൂടെ ഒരാളെ കൂട്ടുന്നതിലൂടെയാണ് ഒരു വീട്ടിൽ 10 പേര് അല്ലെങ്കിൽ 8 പേരൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ആ 8 പേർക്ക് അങ്ങനെ അല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ആ 10 പേർക്ക് അല്ലെങ്കിൽ 8 പേർക്ക് നിൽക്കാനുള്ള റൂമും അതിനുള്ള ബാത്റൂം സെറ്റപ്പും ടോയ്ലറ്റ് സെറ്റപ്പ് അതിനുള്ള ഒരു കിച്ചണൊക്കെ ഉണ്ടാവും. അല്ലാതെ ഈ 8 പേരും 10 പേര് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ 8 പേര് 10 പേരോട് ഡിസൈഡ് ചെയ്ത് റെന്റ് കുറയൂല്ലോ, അത് ലാൻഡ് ലോഡ് അറിയാതെ ചെയ്യുന്ന ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ നിന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കഷ്ടപ്പാടിന്റെ ഭാഗങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ നിൽക്കുമ്പോ എന്താന്ന് വെച്ചാൽ റെന്റ് കുറയും, അപ്പൊ നമുക്ക് സേവിങ്സ് കൂട്ടാൻ പറ്റും. അപ്പൊ കഷ്ടപ്പാടാണ്. ഇപ്പൊ ഒന്നിച്ച് നിൽക്കുമ്പോ നമുക്ക് ചിലപ്പം ഫുഡ് സമയത്തിന് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ടോയ്ലറ്റ് പക്ഷെ ആദ്യ സമയത്ത് സേവിങ്സ് ആക്കാൻ പറ്റിയില്ലെങ്കിലും ആ പൈസ കൊണ്ട് നമുക്ക് ഇവിടെ വരാനുണ്ടായ ആ ഒരു ബാധ്യത അല്ല ആ ഒരു ബർഡൻ കുറയ്ക്കാൻ പറ്റും. UK നെഗറ്റീവ്സ് മാത്രമല്ല, കുറച്ചെങ്കിലും പോസിറ്റീവ്സ് ഉണ്ട്. ആ പോസിറ്റീവ് നമ്മൾ കൂടുതൽ പോസിറ്റിവിറ്റി കണ്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും ഇവിടെ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഹാപ്പിയാണ്. ആ കുട്ടി പറഞ്ഞത് 100% റോങ് ആന്നല്ല നമ്മൾ പറയുന്നത്, ശരിയുണ്ട് അതില്. അത് അവളുടെ അനുഭവമാണ്, ഓരോരുത്തരുടെ അനുഭവം. അത് ചിലപ്പോ ആ കുട്ടി ഒറ്റയ്ക്ക് വന്നതുകൊണ്ടായിരിക്കും, അറിയില്ലല്ലോ എങ്ങനെ. ഇപ്പൊ നമ്മൾ 3 പേരും വന്നത് പാർട്ട്നേഴ്സിന്റെ കൂടെയാണ്. ഇപ്പത്തെ അവസ്ഥയും റൂൾസ് ഒക്കെ അനുസരിച്ച് കുറെ റൂൾസ് ഇപ്പൊ മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വരുന്ന സ്റ്റുഡൻസിന് ജോലി കുറവാണ്, കിട്ടുന്ന ജോബ്സ് കുറവാണ്, അങ്ങനെയൊക്കെ ഇപ്പൊ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു അനുഭവമാണ് ഇപ്പൊ ഞങ്ങൾ ഷെയർ ചെയ്തത്. കാരണം അവളുടെ സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്, എൻ്റെ വന്നത് അത് വേറെയാണ്, ഇവര് വന്നത് അങ്ങനെ പല സാഹചര്യങ്ങളാണ്, പല അനുഭവങ്ങളാണ്. ചിലപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ജനിച്ചു വളർന്ന് നമ്മള് ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ ഒരു സ്ഥലത്ത്, അവിടെ നമ്മളെ മൊത്തത്തിൽ പറിച്ചു മാറ്റി വേറെ സ്ഥലത്തേക്ക് നമ്മൾ അവിടെ ആദ്യമേ എല്ലാം ബിൽഡ് ചെയ്യണം. നമ്മുടെ അക്കോമഡേഷൻ നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. അക്കോമഡേഷൻ നോക്കി നമ്മൾ വീട്ടിൽ നിൽക്കുന്നു, പേരൻസിനോട് നിൽക്കുന്നു, ഒന്നും നമ്മൾക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്തേക്ക്, ഇതിപ്പോ UK അല്ല, ഇപ്പൊ കാനഡയാണ്, ഓസ്ട്രേലിയ ആണ്, എവിടെ പോയാൽ ഈവൻ ബാംഗ്ലൂർ പോയാൽ പോലും നമ്മളവിടെ അക്കോമഡേഷൻ, ജോലി എല്ലാം നോക്കിയെടുക്കണം. അപ്പൊ അതിന്റേതായ ഡിഫറൻസ് ഉണ്ടാവും, അതിന്റേതായ കഷ്ടപ്പാടും ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടുന്നില്ല, ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. എല്ലാരും കഷ്ടപ്പാട് മാത്രം അനുഭവിക്കുവല്ല എന്നൊന്നും, അതുപോലെ നെഗറ്റീവ്സ് മാത്രമല്ല കുറച്ച് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ്. UK സൂപ്പർ ആണ്. ബാംഗ്ലൂർ ജീവിച്ച എനിക്ക് കുറച്ച് ബാംഗ്ലൂരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നൈറ്റ് ലൈഫ് അങ്ങനെയൊക്കെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ UK സൂപ്പർ ആണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.